ഹലോ! എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ? അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. അപ്പം ഞാനിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഡിന്നർ എന്തെന്ന് വെച്ചാലേ, നമ്മുടെ ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, രാവിലെ ഞാനും പൊന്നും കൂടെ നാളെ രാവിലെ ഞാനും പൊന്നും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഇതൊന്നും വെക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് രാത്രി ചിക്കൻ കറി വെച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെച്ചാൽ പിന്നെ അതിൻ്റെ കൂടെ പുട്ടായിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത്. അങ്ങനെ പുട്ടും അതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. പക്ഷേ എനിക്കിന്ന് എന്താണെന്ന് അറിയില്ല. ഈ പുട്ട് കഴിക്കാൻ തോന്നിയിരുന്നില്ല. ചിക്കൻ കറി വെച്ചപ്പോഴേ എനിക്ക് എന്തോ ഒരു മടുപ്പ് പോലെയൊക്കെ തോന്നി. ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളിൽ ഒന്നാണ് ഈ ഒരു സ്മൂത്തി. അപ്പോൾ ഇന്ന് ഞാൻ ഓട്സ് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓട്സൊക്കെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് റോബസ്റ്റ പഴം, 2 ഡേറ്റ്സ്, നട്ട്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ സ്മൂത്തിയൊക്കെ ചെറിയ തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ ഡയറ്റാണെന്ന്. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഡയറ്റൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയത്. അപ്പം ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് പഞ്ചസാരയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് സ്മൂത്തി ഇവിടെ റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഓട്സ് സ്മൂത്തി കഴിക്കുമ്പോൾ വയറൊക്കെ ഭയങ്കരമായിട്ടും വീർത്തിരിക്കും കേട്ടോ. അത് നിറഞ്ഞിരിക്കും. പെട്ടെന്ന് വിശപ്പൊന്നും തോന്നത്തില്ല. അപ്പം അടിപൊളിയല്ലേ?